ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി ഈസ്റ്റർ ദിന സ്പെഷ്യൽ റെസിപ്പിയാണ്. ആദ്യം തന്നെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും എൻ്റെ വക ഈസ്റ്റർ ദിനാശംസകൾ നേരുന്നു. അപ്പോൾ ഈസ്റ്റർ ആയിട്ട് അവിടെ എന്താ പരിപാടി? എല്ലാവരും അടിച്ചു പൊളിക്കുകയാണോ? റെസിപ്പീസൊക്കെ ഉണ്ടാക്കി തുടങ്ങിയോ? അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഒരു ചിക്കൻ റെസിപ്പിയാണ്, ചിക്കൻ കബാബ്. അത് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കബാബാണ്. ഇപ്പോൾ ഈസ്റ്റർ ആകുമ്പോൾ കുറേ ഗസ്റ്റും റിലേറ്റീവ്സും എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വരില്ലേ. അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ ഇപ്പോൾ നമുക്ക് ഗ്രിൽസ് ഇല്ല, ഓവൻസ് ഇല്ല, ഒന്നുമില്ലാതെ തന്നെ ഫ്രൈ പാനിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ കബാബാണ്. അതേ ടേസ്റ്റുള്ള ചിക്കൻ കബാബിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്ററൊക്കെ ആയിട്ട് എല്ലാവരും പള്ളിയിലൊക്കെ പോയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ടച്ച് ചെയ്യണം. അപ്പോഴാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ എത്ര ചിക്കനാണോ എടുക്കണേ അതിൻ്റെ അളവനുസരിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നെക്സ്റ്റ് വന്നിട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കൊരു 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു ഫ്ലേവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചിക്കൻ കബാബിൽ. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കപ്പ് കേടിൽ കെടുന്നിട്ട് ചിക്കൻ നന്നായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 4 മണിക്കൂറെങ്കിലും മിനിമം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. ഇപ്പം ഞാനത് ഒരു 4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഒരു 1 day ഒക്കെ വെക്കാൻ പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്നെസ്സും പിന്നെ എല്ലാം മാഗ്നേറ്റ് ചെയ്ത് എല്ലാതും പിടിച്ചിട്ട് വളരെ നല്ല ഇതിൽ കിട്ടും. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം അത് മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നു എന്നതിലാണ്. നമ്മൾ ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടാവും എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ടാവുക. ഇതൊരു 1 day വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും അതിലുള്ളൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു ഇതൊക്കെ വളരെ നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഇതിപ്പോൾ ഓരോ പറം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കത് ആയിട്ടുണ്ട്. കോരിയെടുത്ത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നേറ്റ് ചെയ്ത് എടുക്കേണ്ട ഒരു ടൈമാണ്. ഇതിപ്പോൾ ഫെസ്റ്റിവലൊക്കെ നെക്സ്റ്റ് ഡേ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ മേടിച്ച് മാഗ്നേറ്റ് ചെയ്ത് വെക്കാവുന്നതുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ കബാബ് തയ്യാറായി. അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ. നിങ്ങൾ ഒരു 1 day എന്തായാലും ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ മാഗ്നേറ്റ് ചെയ്ത് ഇരിക്കുന്ന ടൈമിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസും ടേസ്റ്റും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പുതിയ ടോപ്പിക്സായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.